നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രജനി. അങ്ങനെ ജനങ്ങളെ വലച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെ സമരം അങ്ങനെ തുടരുകയാണ്. അതും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് CPI-യുടെയും അതുപോലെ തന്നെ ജോയിന്റ് കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സമരം തുടരുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട വാർത്തകളിൽ ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടെ ബ്രൂവറി അഴിമതി സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കനക്കുവത് അങ്ങനെയാണ്. അങ്ങനെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഉച്ചവാർത്തയെ വിശദമായിട്ട് നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. പാലക്കാട്ടെ എലപ്പുള്ളിയിലെ ബ്രൂവറി അഴിമതിയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം. ഡൽഹി മദ്യനഴ കേസിന് സമാനമെന്ന് ചെന്നിത്തല. CPM-ന് എക്സൈസ് എന്നും കറവപ്പശുവെന്ന് VD സതീശൻ. മന്ത്രി MP രാജേഷിന്റെ വീട്ടിലേക്ക് മഹിളാ മോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. വസതിയിലേക്കുള്ള മഹിളാ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകെ വന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ അടക്കം ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ പണിമുടക്കിൽ. ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിൽ. വലഞ്ഞു ജനം. സമരത്തിൽ പങ്കെടുത്ത നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. വിഷയം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. മണിയാർ കരാർ നീട്ടലിൽ ഭരണമുന്നണിയിലെ ഭിന്നത സഭയിലും. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കാർബോറാണ്ടം കമ്പനിക്ക് കരാർ നീട്ടി നൽകാമെന്ന് മുഖ്യമന്ത്രി. പദ്ധതി ഏറ്റെടുക്കണമെന്നാണ് KSEB നിലപാടെന്ന് വൈദ്യുതി മന്ത്രി. കരാർ നീട്ടൽ തെറ്റായ നയമെന്ന് ചെന്നിത്തല. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ വീണ്ടും മയക്കുവെടിവെക്കും. ഡോക്ടർ അരുൺ സക്രിയയും സംഘവും വനത്തിനുള്ളിൽ. വനത്തിൽ വെച്ച് തന്നെ ചികിത്സ നൽകാനും നീക്കം. കേരളത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റം വ്യാപകം. തൃപ്പൂണിത്തുറയിലും ബംഗ്ലാദേശി കേന്ദ്രങ്ങൾ. മാത്തൂരിൽ പിടിയിലായ ബംഗ്ലാദേശികളെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇന്റലിജൻസ് വിഭാഗങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കനത്ത താക്കീതുമായി ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തും. സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം T20 ഇന്ന്. മത്സരം വൈകിട്ട് 7 മുതൽ കൊൽക്കത്തയിൽ. മികച്ച പ്രകടനം തുടരാൻ സഞ്ജു സാംസൺ. വിശദമായ വാർത്തകൾ നോക്കാം. ആദ്യം പാലക്കാട്ടെ ബ്രൂവറി അഴിമതി സംബന്ധിച്ചുള്ള വാർത്തയിലേക്ക് തന്നെയാണ്. എലപ്പുള്ളിയിലെ മദ്യ പ്ലാന്റ് അഴിമതി സഭയിൽ ഉന്നയിച്ച് രമേശ് ചെന്നിത്തല. പ്ലാന്റിന് അനുമതി നൽകിയത് അതീവ രഹസ്യമായി. മുഖ്യമന്ത്രിക്ക് താൽപര്യമുള്ള കമ്പനിക്കാണ് കരാർ നൽകിയതെന്നും ചെന്നിത്തല. ഒയാസിസിന് നൽകിയ അനുമതി സർക്കാർ പിൻവലിക്കണമെന്നും ചെന്നിത്തല സഭയിൽ ആവശ്യപ്പെട്ടു. 2018 ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുവദിക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തത്. അന്ന് പ്രതിപക്ഷം ശക്തമായി എതിർത്തതുകൊണ്ട് അത് നിർത്തിവെക്കേണ്ടി വന്നു. 7 വർഷത്തിന് ശേഷം അത് വീണ്ടും അങ്ങ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2018 2025 തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് ചെവിക്ക് ചെവി അറിയാതെ പരമരഹസ്യമായി മുഖ്യമന്ത്രിക്ക് ഏറ്റവും താല്പര്യമുള്ള ആളുകൾക്കാണ് ബ്രൂവറി ഡിസ്റ്റിലറികൾ അനുവദിച്ചു കൊടുത്തത്. മന്ത്രിസഭ അറിഞ്ഞില്ല, ഇടതുമുന്നണി അറിഞ്ഞില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല, മന്ത്രി പോലും അറിഞ്ഞില്ല. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ശാലിനി, എന്തായാലും എലപ്പുള്ളിയിലെ മദ്യ പ്ലാന്റ് അഴിമതി ആളിക്കത്തിച്ചിരിക്കുക തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ. മന്ത്രിയും മുഖ്യമന്ത്രിയും പോലും അറിയാത്ത കാര്യങ്ങൾ. ഒപ്പം ഈ വിഷയത്തിൽ വലിയൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്ന് കൂടെയല്ലേ ചെന്നിത്തല കൂട്ടിച്ചേർക്കുന്നത്?
രജനി, അത് തന്നെയാണ് നമ്മളിപ്പോൾ കേട്ടതുപോലെ തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച, നന്ദിപ്രമേയ ചർച്ചയിൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ വിഷയം ഇപ്പോൾ സഭയിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് നോട്ടീസ് നൽകിയ ഈ വിഷയം സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. എലപ്പള്ളി മേഖലയിൽ ഇത്തരത്തിലൊരു മദ്യ പ്ലാന്റ് അല്ലെങ്കിൽ ബ്രൂവറി ഡിസ്റ്റിലറി സ്ഥാപിക്കുന്നത് ആരുടെ അറിവോടെയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോട് രമേശ് ചെന്നിത്തല ചോദിച്ചിട്ടുള്ളത്. മദ്യ കമ്പനി തുടങ്ങണമെന്ന് പിണറായി സർക്കാരിന് എന്താണ് നിർബന്ധം എന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുകയുണ്ടായി. പ്ലാച്ചിമട സമരം നടത്തിയ ഇടതുമുന്നണി പ്രവർത്തകർ ഇതിന് മറുപടി പറയണമെന്നൊരു കാര്യം കൂടി സഭയിൽ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. പ്രതിദിനം 5 ലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമുള്ള കമ്പനിക്ക് എങ്ങനെ അനുമതി നൽകി എന്നുള്ളതാണ്. പാരിസ്ഥിതിക പഠനം അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണോ ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സഭയിൽ ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, മദ്യക്കമ്പനി തുടങ്ങണമെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നിർബന്ധമുണ്ട്. സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് പിന്നിലെന്നുള്ളതാണ് വിമർശനവുമായി മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉന്നയിക്കുകയും ചെയ്തത്. ഡൽഹി മദ്യനയ കേസിന് സമാനമാണ് മന്ത്രിസഭാ തീരുമാനം എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇത് മാത്രമല്ല, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്നും LDF സർക്കാരിന്റെ കറവപ്പശുവാണ് എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സഭയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനുശേഷം മാധ്യമങ്ങളെ പിന്നീട് രമേശ് ചെന്നിത്തല കാണുകയുണ്ട്. അപ്പോഴും ഈ പാലക്കാട്ടെ ബ്രൂവറി ഡിസ്റ്റിലറി പ്ലാന്റ് കൊക്കക്കോള കമ്പനി അടക്കം അടച്ചുപൂട്ടിയ അതേ ആൾക്കാർ കൊണ്ടുവരുമ്പോൾ അത് ഏത് രീതിയാണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേ ആളുകൾ ഡിസ്റ്റിലറി ബ്രൂവറി പ്ലാന്റിന് അനുമതി നൽകുന്നു, സർക്കാർ പ്ലാന്റ് സ്ഥാപിക്കാൻ മുന്നോട്ട് പോകുന്നു, കമ്പനിയെ എങ്ങനെ സർക്കാർ തെരഞ്ഞെടുത്തു, ഇതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ വ്യക്തമാക്കണം, മുഖ്യമന്ത്രി തന്നെ ഇത് വ്യക്തമാക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇടയുണ്ടാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിയമസഭാ സമ്മേളനത്തിന്റെ 3-ാം ദിനം ഈ ഒരു വിഷയം സഭയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതും രമേശ് ചെന്നിത്തല തന്നെ ഈ വിഷയം നേരിട്ട് എത്തിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകളാണ് ഏറുന്നത്. ശരി, എന്തായാലും ബ്രൂവറി അഴിമതി ആരോപണം സഭയ്ക്കുള്ളിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ശാലിനി പങ്കുവച്ചത്. സഭയ്ക്ക് പുറത്തും പ്രതിഷേധം കനക്കുക തന്നെയാണ്. പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ BJP മഹിളാ മോർച്ച പ്രവർത്തകർ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. കാലിക്കുടങ്ങളുമായുള്ള മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷത്തിൽ കലാശിച്ചു. മദ്യകമ്പനിക്ക് അനുമതി നൽകിയതിൽ നിന്നും സർക്കാരും CPM-ഉം പിന്നോട്ടു പോവാത്ത സാഹചര്യത്തിലാണ് മന്ത്രി രാജേഷിന്റെ വീട്ടിലേക്ക് മഹിളാ മോർച്ച മാർച്ച് നടത്തിയത്. ടർബോറണ്ടം കമ്പനിക്ക് മണിയാർ ജലവൈദ്യുതി കരാർ നീട്ടി നൽകുമെന്ന് നിയമസഭയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി. കാലാവധി കഴിഞ്ഞ കരാർ റദ്ദാക്കണമെന്ന വൈദ്യുതി വകുപ്പിന്റെയും KECBയുടെയും നിലപാട് തള്ളിയാണ് കരാർ നീട്ടാൻ മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടി. മണിയാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പണം ഈടാക്കാനുള്ള KECB തീരുമാനവും ഇതോടെ പ്രതിസന്ധിയിലായി. നിയമസഭയുടെ 2-ാം ദിനം മണിയാർ ജലവൈദ്യുതി കരാർ കാർബറാണ്ടം കമ്പനിക്ക് നീട്ടി നൽകുന്നതിൽ വ്യവസായ വകുപ്പും വൈദ്യുതി വകുപ്പും തമ്മിലെ ആശയഭിന്നത നിയമസഭയിലും മറനീക്കി പുറത്തുവന്നു. 30 വർഷത്തെ BOT കരാർ കാലാവധി കഴിഞ്ഞതിനാൽ കാർബറാണ്ടം കമ്പനിക്ക് ഇനി പദ്ധതിയിൽ അവകാശമില്ലെന്ന നിലപാട് വൈദ്യുതി മന്ത്രി വ്യക്തമാക്കി. വകുപ്പ് തല നിലപാടുകളിൽ ഭിന്നതയുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. 30 വർഷത്തേക്കാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. 30 വർഷം കഴിയുമ്പോൾ ഇത് സർക്കാരിലേക്ക് തിരിച്ചു വരണം. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. സർ, ഡിസംബർ 30-ാം തീയതി അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2 ചർച്ചകൾ നടന്നുവെന്നാണ് പത്രവാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. വ്യവസായ മന്ത്രി പറയുന്നു ഇനി 25 വർഷം കൂടി അവർക്ക് നീട്ടിക്കൊടുക്കണം. വൈദ്യുതി മന്ത്രി പറയുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കണം. സർ, സാധാരണഗതിയിൽ BOT വ്യവസ്ഥ പ്രകാരം കാലാവധി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിട്ടും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു തെറ്റായ നയമാണ്. ഇത് ശരിയല്ല. ഇതിനകത്ത് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്. കരാർ കാലാവധി കഴിഞ്ഞതിനാൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് കാർബറാണ്ടത്തിൽ നിന്ന് പണം ഈടാക്കാനുള്ള KECB തീരുമാനം നിലനിൽക്കെ സർക്കാർ നയം അതല്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ നമ്പർ 1 സംസ്ഥാനമായി മാറിയൊരു നാടാണല്ലോ കേരളം. അപ്പോൾ നേരത്തെയുള്ള സൗകര്യം പോലും നിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മൾ കാണേണ്ടത്. ഇതിനകത്ത് മറ്റ് തർക്ക വിഷയങ്ങളേ ഇല്ല. അവർക്ക് വേണ്ട വൈദ്യുതി അവർ ഉൽപ്പാദിപ്പിക്കുന്നു.
ഉൽപ്പാദിപ്പിക്കുന്ന അങ്ങ് പറഞ്ഞതുപോലെ മിച്ചമുണ്ടെങ്കിൽ ആ മിച്ചം KSEBക്ക് നൽകണം എന്നുള്ള ഒരു ഭാഗമുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ക്യാപ്റ്റീവ് ജനറേഷൻ എന്നത് ആ തത്വം പൊതുവെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് തുറന്നും അതേ നില തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ്. 12ഓളം ജലവൈദ്യുത കരാറിനെ ദോഷകരമായി ബാധിക്കുന്ന തലതിരിഞ്ഞ തീരുമാനമാണെന്ന് സബ്മിഷൻ അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. കരാർ നീട്ടലിൽ അഴിമതി ഉണ്ടെന്ന പ്രതിപക്ഷാരോപണത്തിനിടെയാണ് പിന്നോട്ടില്ലെന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഡിസംബർ 31 കരാർ കാലാവധി തീർന്നതിനാൽ തുടർന്നുള്ള ഉൽപാദനത്തിന് ബില്ല് ഈടാക്കാൻ തീരുമാനിച്ച KSEBയും ഇതോടെ പെട്ടിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ പണിമുടക്ക്. സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ടയിലെ സമരത്തിൽ പങ്കാളിയായി. പത്തനംതിട്ടയിൽ ജോയിന്റ് കൗൺസിൽ നേതാക്കളും NGO യൂണിയൻ നേതാക്കളും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. കോൺഗ്രസ് സർവീസ് സംഘടനയായ സെറ്റോയും സമരത്തിൽ പങ്കെടുത്തു. ടിൻഡുദാസ് ഉണ്ട്. ടിൻഡു, ശമ്പള കുടിശ്ശിക, ഒപ്പം DA, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ജീവനക്കാർ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ഒപ്പം CPI ജോയിന്റ് കൗൺസിൽ അടക്കം പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കൂടെയല്ലേ ഈ സർക്കാർ ജീവനക്കാരുടെ ഒരു ഭാഗം സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക്? തീർച്ചയായിട്ടും സർക്കാരിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ തന്നെയാണ് CPI തൊഴിലാളി സമരയായ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരം പണിമുടക്ക്. ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ട് ഈ ജോയിന്റ് കൗൺസിലും അതോടൊപ്പം സെറ്റോയും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നടത്തിയ പണിമുടക്ക് ഭാഗികമാണ് പറയാൻ പറ്റും. ഒരു വിഭാഗം ജീവനക്കാർ ഈ സമരത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത്. സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റ് നോർത്ത് സൗത്ത് ഗേറ്റ് അനക്സ് 1 മുന്നാകെ അതോടൊപ്പം തന്നെ ട്രഷറി കൗണ്ടറിന് മുന്നാകെ ഇവിടെയൊക്കെയാണ് സമരം നടത്തിയത്. ഇവിടെയൊക്കെ ജീവനക്കാരെ ഈ സമരത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാരെ അകത്തേക്ക് കയറുന്നതിലും അതിൽ രീതിയിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിലൊന്നും തർക്കമുണ്ടായിരുന്നില്ല. പക്ഷേ അവരവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ സമരം വിജയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെതിരെ CPI നടത്തിയ സമരം വിജയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ജനപങ്കാളിത്തം കുറവായിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിച്ചു. പക്ഷേ സർക്കാരിനെ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും സർക്കാരിനെ ഒന്ന് പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് സമരക്കാർ സമരം നടത്തുന്നത് എന്ന് വേണം പറയാനായിട്ട്. ഈ വർഷം അതായത് 2024 4ാമത്തെ തവണയാണ് CPI അനുകൂല തൊഴിലാളി സംഘടന സർക്കാരിനെതിരെ സമരം നടത്തുന്നത്. സർക്കാരിനെ ധനവകുപ്പിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പോരാ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം. ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പോരാ എന്ന് പറയുമ്പോൾ DNS അലവൻസ് ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിസിപ്പ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക, അതോടൊപ്പം തന്നെ 2013 കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ എന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ സമരം നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിൽ കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത ADMന്റെ ഭാര്യ മഞ്ജുഷ പത്തനംതിട്ടയിൽ നിന്നും സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. പത്തനംതിട്ടയിൽ ജോയിന്റ് കൗൺസിൽ പ്രതിനിധികളും അതോടൊപ്പം തന്നെ CPMന്റെ തൊഴിലാളി പ്രതിനിധികളും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കയ്യാങ്കളിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സംയുക്തമായിട്ട് തന്നെ ഇവർ സമരത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ ഈ CPMന്റെ NGO സംഘടനകൾ മാറി നിൽക്കുന്നത് സർക്കാർ ഈ വിഷയത്തിൽ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വാഗ്ദാനം നടപ്പിലാക്കുമെന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിലവിൽ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ പണിമുടക്ക് എന്നൊരു ആശയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ CPI അനുകൂല തൊഴിലാളി സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ധനവകുപ്പിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സമരം നടത്തിയത്. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് സമീപ കാലങ്ങളിലായിട്ട് ധനവകുപ്പിന്റെ ഇത്തരം പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സൂചനാ പണിമുടക്കുകൾ നടത്തിയിരുന്നു. അതിനൊന്നും ചർച്ചയിൽ പരിഹാരമുണ്ടായില്ല. ഇനിയൊരു ചർച്ച ഉണ്ടാകുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ശരി. എന്തായാലും സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നു, ഓഫീസുകൾ കാലി, ജനങ്ങൾ വലഞ്ഞിരിക്കുക തന്നെയാണ്. വിശദമായ റിപ്പോർട്ടാണ് ടിൻഡുദാസ് നൽകിയത്. കോവിഡ് കാലത്തെ PPE കിറ്റ് അഴിമതിയിൽ ആരോഗ്യവകുപ്പിനെ വിമർശിച്ച് രമേശ് ചെന്നിത്തല. പുര കത്തുമ്പോൾ വാഴ വെട്ടിയെന്ന വിമർശനം. അഴിമതിയിൽ കേസെടുക്കണമെന്നും ആവശ്യം. അഴിമതി നടത്തിയിട്ട് KK ശൈലജ ന്യായീകരിക്കുന്നുവെന്നും ചെന്നിത്തല സഭയിൽ പറഞ്ഞു. 500 രൂപയ്ക്ക് കിട്ടുമായിരുന്ന PPE കിറ്റ് 1500. PPE കിറ്റ് അഴിമതിയെ ന്യായീകരിച്ച് തോമസ് ഐസക്. PPE കിറ്റ് വാങ്ങിയതിൽ ഒരു അപാകതയുമില്ല. കോവിഡ് കാലത്ത് സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. CAG റിപ്പോർട്ട് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണെന്നും തനിക്ക് എമർജൻസി പർച്ചേസ് കമ്മിറ്റിയിലാണ് വിശ്വാസമെന്നും തോമസ് ഐസക് പറഞ്ഞു.
കാന്തപുരത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ വിശ്വാസം, നമ്മുടെ വിശ്വാസം അതല്ല. സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ഏതായാലും കാന്തപുരത്തോട് നമുക്കൊരു ബഹുമാനമുണ്ട്. മുസ്ലിം മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയാത്തവരാണ്. ജമാഅത്ത് ഇസ്ലാമി പോലെയല്ല. അതല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോണേ, സ്ത്രീക്ക് തുല്യം വേണം. ഞാനിപ്പോ പറഞ്ഞതെന്താ, ഞങ്ങളുടെ പാർട്ടിയിലോ ആ രീതിയിലുള്ള പ്രശ്നമുണ്ട്, അത് പരിഹരിക്കും അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പൊതുജനാരോഗ്യ മേഖലയിലെ തകർച്ചയാണ് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയതെന്ന് വി മുരളീധരൻ. PPE കിറ്റ് അഴിമതിയിലെ വിശദാംശങ്ങൾ പുറത്തുവരണം. കോവിഡ് കാലത്തെ അഴിമതി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണം. തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാട്ടിയവരെ കേരള വിരുദ്ധരാക്കി ചിത്രീകരിച്ചെന്നും വി മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം CAG റിപ്പോർട്ടിൽ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല മുഴുവൻ ഉണ്ടായിട്ടുള്ള തകർച്ചയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, CAG റിപ്പോർട്ടിൽ കോവിഡ് കാലത്ത് PPE കിറ്റുകൾ വാങ്ങിയതിലുണ്ടായിട്ടുള്ള വലിയ അഴിമതിയും തട്ടിപ്പിനെയും കുറിച്ച് CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കേരള സർക്കാർ കോവിഡ് കാലത്ത് നടന്നിട്ടുള്ള ഈ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാനായിട്ടൊരു സ്വതന്ത്ര ഏജൻസി കഴിഞ്ഞ കാലങ്ങളിൽ കൽക്കരി കുംഭകോണം ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ കേന്ദ്ര സർക്കാരിൽ UPA സർക്കാർ കാലത്ത് നടന്നപ്പോൾ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ, CAG പുറത്തു കൊണ്ടുവന്നിട്ടുള്ള തട്ടിപ്പുകൾ അന്വേഷിക്കാൻ CBIയുടെ അന്വേഷണം വേണം. സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തെന്ന് CAG റിപ്പോർട്ട്. 2016 മുതൽ സർക്കാർ ആശുപത്രികൾ വിതരണം ചെയ്ത മരുന്നുകൾ കാലഹരണപ്പെട്ടതെന്ന് CAG കണ്ടെത്തൽ. രാസഘടനയിൽ മാറ്റം വരുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും CAG റിപ്പോർട്ട്. ജനം TV വാർത്ത ശരിവയ്ക്കുന്നതാണ് CAGയുടെ കണ്ടെത്തലുകൾ. 2016-17 മുതൽ 2021-22 വരെയുള്ള കണക്കുകൾ പ്രകാരം ആശുപത്രികളിൽ വിതരണം ചെയ്തത് കാലഹരണപ്പെട്ട മരുന്നുകളാണെന്നാണ് CAGയുടെ കണ്ടെത്തൽ. 26 ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തത് 60 തവണയാണ്. 148 ആശുപത്രികളിൽ നിർത്തലാക്കിയ മരുന്നുകൾ വിതരണം ചെയ്തു. മരുന്നുകൾ വ്യാപകമായി വിതരണം ചെയ്തതിനു ശേഷം മരുന്ന് കഴിച്ചവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പരാതികൾ ഉയരുമ്പോഴാണ് ഗുണനിലവാരം പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ ഗുണനിലവാരത്തിൽ പരാജയപ്പെട്ട മരുന്നുകൾക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകുക. 530 പരാതികളെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ മരുന്നുകളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. വിതരണത്തിന് മുൻപ് തന്നെ കാലാവധിയും ഗുണനിലവാരവും ഉറപ്പുവരുത്താത്തത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ്. മരുന്നുകൾ കാലഹരണപ്പെട്ടാൽ രാസഘടനയിൽ മാറ്റം വരും. ഇത് ഉപയോഗിക്കുന്നത് രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും. കാലഹരണപ്പെട്ട മരുന്നുകളുടെ വിതരണവും ഉപഭോഗവും ഏറെ ഗൗരവമേറിയതാണെന്നും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം പൂർണ്ണമായും നിലച്ചതോടെ നെട്ടോട്ടമോടി സാധാരണക്കാർ. മാരക രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നില്ല. വിതരണ കമ്പനിയുമായി ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ചർച്ച പരാജയമായെങ്കിലും പരിഹാര നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് ഇതുവരെ കടന്നിട്ടില്ല. മരുന്ന് വിതരണം നിലച്ചിട്ട് 13 ദിവസമായി. ദിവസേന 3000-ലധികം രോഗികളെത്തുന്ന സാധാരണക്കാരന്റെ ഏക ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാണ്. മരുന്ന് വാങ്ങാനെത്തുന്ന രോഗികളൊക്കെ തന്നെ മരുന്നില്ലെന്നറിഞ്ഞ് തിരിച്ചു പോകേണ്ട ഗതികേടിലാണ്. ഇവിടെ മരുന്നില്ല. ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഷോപ്പ് പോയി, ഈ മരുന്ന് അവിടെ ഇല്ല. ഒരു മരുന്നില്ല. ആശുപത്രിയിലെ ന്യായവില മരുന്ന് സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങാൻ എത്തിയവരാണ് ഇവരൊക്കെയും. എന്നാൽ ഡോക്ടർ കുറിച്ചു തന്ന മരുന്നുകളൊന്നും ന്യായവില സ്റ്റോറിൽ നിന്ന് ഇവർക്കാർക്കും ലഭിച്ചില്ല. ഇത് പേരാമ്പ്ര സ്വദേശി പുഷ്പരാജൻ. മകൾക്ക് പാൻക്രിയാസിൽ ക്യാൻസർ ആണ്. പക്ഷേ വാങ്ങേണ്ട മരുന്നൊന്നും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ഇവിടെ ഇല്ല ഇപ്പം പുറത്ത് കടയിൽ നോക്കണം. ആ മേലത്തെ പിത്താശത്തിനുള്ളൊരു ഗുളിക കഴിക്കാനുണ്ട്. 2 മാസം കഴിക്കേണ്ട ഗുളിക അതില്ല. അതിവിടെ ഉണ്ടോ നോക്കിയാൽ പുറത്ത് ഭയങ്കര 1000 റുപ്യാണ് ഒരു മാസത്തേക്ക്. മരുന്നില്ല എന്ന ഒരേ ഒരു പല്ലവി, അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇവിടെ മരുന്നില്ല, പിന്നെ ലാബ് ടെസ്റ്റ് ഒക്കെ പുറത്തേക്കാണ്. ഒന്നും ഇവിടെ ഇല്ല. ഡോക്ടർമാരും ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറൊരു ഇതൊന്നും ഇവിടെ ഇല്ല. പ്രയാസം നേരിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് പ്രയാസവും പിന്നെ നടക്കൽ പ്രയാസവും ഒക്കെ തന്നെ. പിന്നെ ദിവസങ്ങൾ പോകണം. അതന്നെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഷോപ്പ് പോയി, ഈ മരുന്ന് അവിടെ ഇല്ല. ഒരു മരുന്ന് അന്നേരം പറഞ്ഞു ഇവിടെ പോയി, ഇവിടെ ഇല്ല. അതുപോലെ ബ്ലഡ്
ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് 5 റുപ്യേൻ്റെ ബോട്ടിൽ അവിടെ ഉണ്ട്, അവർ തരുന്നില്ല. അതും ഞാനിപ്പോൾ ആലിയെ പോയിട്ട് 5 റുപ്യ കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് കൊടുത്ത് എൻ്റെ ബ്ലഡ് എടുത്തു. മരുന്ന് ഇവിടെ ഒരു മരുന്ന് ഇവിടെ ഇല്ല. ഞാൻ 15 റുപ്യേനെ മരുന്നിട്ടതാ. ഇത് കണ്ടിൽ വിട്ടിട്ട് കരിയേരി വേണ്ട ഒന്നുമില്ല. 500 റുപ്യ 5 ദിവസത്തേക്ക്. ഈ സ്ഥിതി തുടർന്നാൽ ആശുപത്രിയിലെ ന്യായവില മരുന്ന് ഷോപ്പിന് അധികം വൈകാതെ പൂട്ടിടേണ്ടി വരും. മരുന്ന് വിതരണക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിട്ടും ആശുപത്രിയിലേക്ക് മരുന്നെത്തിക്കാനുള്ള നീക്കങ്ങളൊന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. വീണ്ടും ചർച്ച നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാനുള്ള ശ്രമമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് അടക്കം ലക്ഷങ്ങൾ ചെലവഴിച്ച ആർഭാടപൂർവ്വം ആഘോഷങ്ങൾ സംഘടിപ്പിച്ച അതേ ജില്ലയിൽ തന്നെയാണ് സർക്കാർ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തതിന്റെ പേരിൽ രോഗികൾ വലയുന്നത് എന്നതാണ് വാസ്തവം. മരുന്ന് വാങ്ങാനെത്തുന്ന രോഗികളൊക്കെ നിരാശയോടെ മടങ്ങുകയാണ്. 90 കോടിയാണ് മരുന്ന് വിൽപ്പന നൽകിയ കമ്പനിക്ക് ആശുപത്രി കൊടുക്കാനുള്ളത്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ മരുന്ന് ആശുപത്രിക്ക് നൽകൂ എന്നാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത്. അവരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ ആരോഗ്യവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ പ്രശോഭനൊപ്പം അനഘ ഹർഷൻ, ജനം. തൃപ്പൂണിത്തുറയിലും ബംഗ്ലാദേശി കേന്ദ്രങ്ങൾ. തൃപ്പൂണിത്തുറ ഏരൂർ മാത്തൂരിൽ പിടിയിലായ ബംഗ്ലാദേശികളെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ഇന്റലിജൻസ് വിഭാഗങ്ങൾ. 3 പേരാണ് തൃപ്പൂണിത്തുറയിൽ പിടിയിലായത്. നേരത്തെ അങ്കമാലിയിലും പെരുമ്പാവൂരിലുമായി 2 പേർ പിടിയിലായിരുന്നു. മുഹമ്മദ് റാബി, ഇസ്ലാം മുഹമ്മദ്, നജ്മുൽ ഷെയ്ഖ്, സുമയ്യ അക്തർ എന്നിവരായിരുന്നു തൃപ്പൂണിത്തുറയിൽ പിടിയിലായത്. ഇവർ എത്രനാൾ മുമ്പാണ് ഇന്ത്യയിലെത്തിയതെന്നും നുഴഞ്ഞു കയറിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നും വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ ഒരു ബംഗ്ലാദേശുകാരൻ പിടിയിലായിരുന്നു. ദിൽവാർ ഹുസൈൻ എന്ന 28-കാരനായിരുന്നു പിടിയിലായത്. ഇതിനു മുമ്പ് പെരുമ്പാവൂരിലും ഒരു ബംഗ്ലാദേശി യുവതി പിടിയിലായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നും ബോട്ട് മാർഗം അതിർത്തി കടന്നായിരുന്നു തസ്ലീമ എത്തിയത്. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ദിൽവാർ ഹുസൈൻ പിടിയിലായത്. വിൽപ്പനക്കാരൻ എന്ന പേരിലാണ് തൃപ്പൂണിത്തുറയിൽ തങ്ങിയത്. ബംഗ്ലാദേശികൾക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നൽകാൻ പ്രത്യേക ഏജന്റുമാർ തന്നെ പ്രവർത്തിച്ചിരുന്നു. അതിർത്തി കടക്കാൻ ഈടാക്കുന്നത് 5000 രൂപ മുതൽ 25,000 രൂപ വരെയാണ്. വ്യാജ കാർഡുകൾ തരപ്പെടുത്തുന്നത് പോലെ തന്നെ ഏറെക്കാലം വാടകയ്ക്ക് താമസിച്ച് ഒറിജിനൽ ആധാർ കാർഡുകൾ സംഘടിപ്പിക്കുന്നവരുമുണ്ട്. പിടിക്കപ്പെടുന്നവരിൽ പലർക്കും ക്രിമിനൽ പശ്ചാത്തലമാണുള്ളത്. ബംഗ്ലാദേശിലെ അരക്ഷിത രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ജനം, കൊച്ചി. ബംഗളൂരു മേദനഹള്ളിയിലെ ധന്വന്തര കോളേജ് ഓഫ് നഴ്സിംഗിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകൾ. അടുത്തിടെ മലയാളി വിദ്യാർത്ഥിനികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന് പിന്നിൽ ലവ് ജിഹാദ് എന്നും ആരോപണം. കോളേജിലെ വിദ്യാർത്ഥികളെ പരിശീലനത്തിനായി അയക്കുന്നത് ഒവൈസിയുടെ ഹൈദരാബാദിലെ സ്ഥാപനത്തിലേക്കെന്നും പരാതി. കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ ബംഗളൂരു സോള ദേവനഹള്ളിയിലെ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ മാത്രം 3 മലയാളി വിദ്യാർത്ഥിനികൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടഞ്ഞു. ഇതിൽ ലവ് ജിഹാദ്, കൊലപാതകം എന്ന രീതിയിൽ സംശയിക്കാവുന്ന ഒരു കേസിൽ പോലും ഒരു തരത്തിലുമുള്ള അന്വേഷണവും ചില പ്രത്യേക താൽപര്യങ്ങൾ മൂലം കർണാടക പോലീസ് നടത്തിയിട്ടില്ല. എല്ലാ കേസുകളിലും കോളേജ് മാനേജ്മെന്റ് സ്വാധീനത്തിന് വഴങ്ങി പ്രതികളെയും മാനേജ്മെന്റിനെയും സഹായിക്കുകയായിരുന്നു പോലീസ്. ഇടുക്കി സ്വദേശിയായ അനഘ ഹരിയുടെ മരണത്തിൽ ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടും യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല. അതിനെക്കുറിച്ച് ശരിയായിട്ട് പിന്നെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ അല്ലു എന്ന് പറഞ്ഞൊരു ചെറുക്കനായിരുന്നു ഇതിന്റെ പിന്നിലെന്ന് അറിയുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ ഇനി വേറൊരു കുട്ടിക്കും അവനാലായിട്ടൊരു ശല്യം ഉണ്ടാകുമോ, വേറൊരു കുടുംബത്തിന് ഇതുപോലൊരു അവസ്ഥ വരാനും പാടില്ല. എൻ്റെ മോൾ അങ്ങനെ ഒരാളല്ല, നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇവൻ്റെ എന്ത് പ്രേരണയാലാണ് അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. അപ്പോൾ ഈ അല്ലു എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ്. ഈ മാനേജ്മെൻറ്റും മുഹമ്മദ് ആരിഫ് ഇതിൻ്റെ ചെയർമാനും മുസ്ലിമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് 2 കാര്യങ്ങൾ സംശയം ഉളവാക്കുന്നതാണ്. ഒന്നൊരു ലവ് ജിഹാദും, രണ്ടാമത് ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതായതുകൊണ്ട് ഈ അല്ലു എന്ന് പറയുന്ന കുട്ടിയെ സംരക്ഷിക്കാനായിട്ട് മാനേജ്മെൻറ്റ് തത്രപ്പാടിലാണ്. മറ്റുള്ള അനഘയുടെ അനന്തര അന്വേഷണങ്ങളോ കാര്യങ്ങളോ ആയിട്ട് സഹകരിക്കാത്തതും അതോടൊപ്പം പോലീസുകാരെ അതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തതാണ് ഞങ്ങൾക്കിത് മനസ്സിലാക്കാൻ. കോളേജ് സ്ഥിതി ചെയ്യുന്ന അതേ സംസ്ഥാനത്ത് തന്നെ വിദ്യാർത്ഥികളെ പരിശീലനത്തിന് അയക്കണമെന്ന നിബന്ധനയുള്ളപ്പോൾ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് വിദ്യാർത്ഥികളെ അയക്കുക. ഇതിനു പിന്നിൽ ദുരൂഹ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും ആരോപണം ഉയരുന്നു. ധന്വന്തരി കോളേജിനെ കുറിച്ച് പേടിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ധന്വന്തരി കോളേജിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ആശുപത്രി സപ്പോർട്ട് കൊടുക്കുന്നത് ഒവൈസിയുടെ ഹൈദരാബാദിലുള്ള സ്ഥാപനങ്ങളിലാണ്. തികച്ചും ഒരു ജിഹാദിത്തരമാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികളുടെ നഴ്സിംഗ് നിയമം അനുസരിച്ച്
ആ ഒരു കോളേജിൻ്റെ ഇത്ര കിലോമീറ്റർ ചുറ്റുമുള്ള കോളേജിൽ മാത്രമേ പ്രാക്ടീസിന് വിടാൻ പറ്റുള്ളൂ. ഇവർ മറ്റ് പല കാര്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇപ്പം ധന്വന്തരി കോളേജിൻ്റെ രസകരമായ ധന്വന്തരി കോളേജ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉടമസ്ഥൻ ഒരു മുസ്ലിമാണ്. അതിൻ്റെ മറ്റ് കാര്യങ്ങളും ചെയ്യുന്നവരും അതിൻ്റെ ഒഫീഷ്യൽസും എല്ലാം മുസ്ലിം പെടാണ്. അവർക്ക് ശക്തമായ നമ്മുടെ ഇന്ത്യയെ നിരോധിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ ശക്തമായ ബാക്കപ്പുണ്ട്. ഇതിനു പുറമെയാണ് ധന്വന്തരി കോളേജിൽ ഒരേ കെട്ടിടത്തിൽ വിവിധ പേരുകളിൽ 7ഓളം നഴ്സിംഗ് കോളേജുകൾ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്ന കണ്ടെത്തൽ. കൂടാതെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾക്ക് അസ്വാഭാവിക പെരുമാറ്റങ്ങൾക്ക് സാക്ഷികളാകേണ്ടി വന്നുവെന്ന് നേരത്തെയും പരാതിയുണ്ടായിരുന്നു. ധന്വന്തരി കോളേജാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഏജന്റിനെ കണ്ടപ്പോൾ പറഞ്ഞത് ധന്വന്തരി കോളേജാണ്. അവിടെ എത്തിയതിന് ശേഷമാണ് ഒരു കോളേജ് വിദ്യോദയ കോളേജാണ് എന്ന് പറഞ്ഞാൽ ആ കോളേജിൻ്റെ പേപ്പർ കാര്യങ്ങളായി ലോണിന് വേണ്ടി ഞങ്ങൾ പോയി. അപ്പോൾ ഇപ്പോൾ ലോണ് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു 6 മാസം കഴിഞ്ഞ് അവിടെ നാളെ എപ്പോഴും പറയും, അമ്മ ഇതിൻ്റെ മുകളിൽ ആരൊക്കെയോ വന്നിട്ട് അവിടെ വലിയ ബഹളങ്ങൾ, രാത്രിയിൽ കുട്ടികളെ പേടിപ്പിക്കൽ, അവിടെ ഭയങ്കരമായി അവൾക്ക് ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. കോളേജിനെ പറ്റി നല്ലൊരു അഭിപ്രായവും ഇല്ല. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലമല്ലമ്മ. കർണാടക ഗവൺമെൻറ് പറഞ്ഞാൽ നമ്മളിവിടെ ചത്താൽ പോലും അവരൊന്നും നമുക്ക് ഒരിതും കിട്ടില്ലമ്മ. അവിടെ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള സ്ഥലമാണ്. ആവശ്യമായ ലൈസൻസുകളും അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഇത്തരം കോളേജുകളിലേക്ക് മലയാളി വിദ്യാർത്ഥികൾക്ക് പ്രവേശനമെടുക്കുന്നതും മലയാളി ഏജന്റുമാരാണ്. ഈ ഇടനിലക്കാരാണ് വിദ്യാർത്ഥികളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് എന്നും പരാതിയുണ്ട്. ജനം, കൊച്ചി. കൂത്താട്ടുകുളത്തെ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതല്ലെന്ന് ആവർത്തിച്ച് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ. കോൺഗ്രസിന്റെ തടവിലുള്ള കലാരാജുവിനെ നിലവിലെ വാദങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. ഏരിയ സെക്രട്ടറി അടക്കം ആർക്കെതിരെയും പോലീസിന് നടപടിയെടുക്കാം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചയാളെ എന്തിന് തട്ടിക്കൊണ്ടുപോകണമെന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി കൊച്ചിയിൽ പറഞ്ഞു. അതേസമയം കൂത്താട്ടുകുളം സംഘർഷത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസിനെതിരെ കേസെടുത്ത് പോലീസ്. വാഫി കോളേജുകളിൽ തീവ്രവാദ സംഘടനാ നേതാക്കളുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനെതിരെ വിമർശനവുമായി സമസ്ത നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്. മുസ്ലിം ബ്രദർഹുഡ് നേതാക്കളുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് സുന്നികൾക്ക് പുസ്തകമില്ലാത്തിടത്താണോ എന്നും ചോദ്യം. കരിക്കുലം കമ്മിറ്റികളിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ ഉൾക്കൊള്ളിക്കുന്നത് എന്തിനെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിക്കുന്നു. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് ആരോപിച്ച് സമസ്ത നേതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഹക്കീം ഫൈസി മതരാഷ്ട്രവാദങ്ങൾ ഒളിച്ചു കടത്തുന്നുവെന്നായിരുന്നു മുഷാവറ അംഗങ്ങളുടെ ആരോപണം. ഹക്കീം ഫൈസിയുടെ നേതൃത്വത്തിൽ പാഠ്യപദ്ധതികൾ CIC പരിഷ്കരിച്ച് നടപ്പിലാക്കിയതിനെ സമസ്ത എതിർത്തിരുന്നു. CIC ഭരണഘടനാ ഭേദഗതി ചെയ്തതും ഹക്കീം ഫൈസി എതിർശ്ശേരിയെ രണ്ടാമതും ജനറൽ സെക്രട്ടറി ആക്കിയതും സമസ്ത അംഗീകരിച്ചില്ല. അനുനയ നീക്കങ്ങൾ വിജയിക്കാതായതോടെ CICയുമായുള്ള ബന്ധം സമസ്ത ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ CICക്കും ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി യാദൃശ്ശേരിക്കുമെതിരെയുള്ള വിമർശനം അവസാനിപ്പിക്കുന്നില്ല. ആഗോള തീവ്രവാദ പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ സയ്യിദ് ഖുത്തുബിന്റെ പുസ്തകം വളാഞ്ചേരി മർക്കസിൽ വാഫി സിലബസിൽ ഉൾക്കൊള്ളിച്ചത് എന്തിനെന്നാണ് SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിക്കുന്നത്. മുസ്ലിം ബ്രദർഹുഡിന്റെ രണ്ടാമനായ മുഹമ്മദ് ഖുത്തുബിന്റെ പുസ്തകം വാഫി സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ച ഹമീദ് ഫൈസി കരിക്കുലം കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചതിനെയും വിമർശിച്ചു. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ബിദഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സയ്യിദ് ഖുത്തുബിന്റെ പുസ്തകം വളാഞ്ചേരി മർക്കസിൽ വാഫി സിലബസിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടോ? എന്തിനാണ് ഉൾക്കൊള്ളിച്ചത്? എന്താ സുന്നികളെ കിതാബില്ലേ? മുഹമ്മദ് ഖുത്തുബ് എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ രണ്ടാമന്റെ പുസ്തകം ശുബ്ഹാത്തുൻ ഹൗലൽ ഇസ്ലാം ഈ വാഫി സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? എന്താ സുന്നികൾക്ക് പുസ്തകങ്ങളും കിതാബുകളും ലോകത്തില്ലേ? ഇവരുടെ കരിക്കുലം കമ്മിറ്റിയിൽ പോലും ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഉൾക്കൊള്ളിച്ചു. അബ്ദുള്ള എന്ന ആളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ജമാഅത്ത് സൈദ്ധാന്തികൻ. ഇവരുടെ കരിക്കുലം കമ്മിറ്റി സിലബസ് പാഠപുസ്തകം എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം, എന്തൊക്കെ പഠിപ്പിക്കണം ഉൾക്കൊള്ളിക്കാനുള്ള അടിസ്ഥാന രേഖയാണ് കരിക്കുലം. ആ കരിക്കുലം കമ്മിറ്റിയിൽ പോലും ഇവരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിക്കാർ CIC കോളേജുകൾ പഠിപ്പിക്കുന്നുണ്ടെന്നും മുജാഹിദുകളുടെ കോളേജായ വളവന്നൂർ അൻസാർ അറബിക് കോളേജിൽ ഹക്കീം ഫൈസി പ്രസംഗിച്ചില്ലേ എന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് ചോദിക്കുന്നുണ്ട്. CICയുമായി സമസ്തയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിക്കുമ്പോഴും അതിന്റെ പ്രസിഡന്റായി സാദിഖ് അലി തങ്ങൾ തുടരുകയാണ്. ജനം, കോഴിക്കോട്. വോട്ട് വിഷയത്തിൽ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയുമായി ഐക്യമാകാമെന്ന് സംസ്ഥാന നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത്. തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും ഒന്നിച്ചു നിൽക്കുന്നതിൽ തെറ്റില്ലെന്നും അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. സംവിധാനമല്ല, മുസ്ലിങ്ങളല്ലേ മുജാഹിദ് ജമാഅതൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോവുക, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ആവശ്യമല്ലേ? അതൊക്കെ വോട്ടിന്റെ വിഷയത്തിൽ ആവശ്യമാണ്.
വോട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത്, നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം. പക്ഷെ ആദർശ രംഗത്ത് കോംപ്രമൈസ് ഇല്ല. പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് വ്യായാമം ചെയ്യരുതെന്ന കാന്തപുരത്തിന്റെ പരാമർശത്തിൽ എം വി ഗോവിന്ദനെ വിമർശിച്ച തോമസ് ഐസക്. കാന്തപുരം പറയുന്നത് മതത്തിന്റെ കാര്യമെന്നും അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയെന്ന പരാതിയിൽ PV അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. ഭൂമി തട്ടിയെടുത്തെന്ന കൊല്ലം സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആലുവ എടത്തലയിലെ 11 ഏക്കർ ഭൂമി അനധികൃതമായി പോക്കുവരവ് നടത്തി സ്വന്തമാക്കിയതിലാണ് അന്വേഷണം. പാട്ടാവകാശം മാത്രമുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന് വിജിലൻസിന് പരാതി കിട്ടിയിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. ഇതനുസരിച്ച് അന്വേഷണത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഉത്തരവിട്ടു. വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച ഉത്തരവ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിന് കൈമാറിയിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 2-നാണ് അന്വേഷണ ചുമതല. വിശദമായ അന്വേഷണം നടത്തി സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കൊല്ലം സ്വദേശിയായ വ്യവസായി മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയിലാണ് നടപടി. മുരുകേഷിന് അൻവറിൽ നിന്നും നിരന്തരം ഭീഷണി നേരിടുന്നതായും ആക്ഷേപമുണ്ട്. ജനം, കൊച്ചി. പിണറായി വിജയനെ വിമർശിച്ചതിന് തന്നെ വേട്ടയാടുന്നുവെന്ന് PV അൻവർ. ആരോപണം അടിസ്ഥാനരഹിതം. വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. ആലുവയിലെ ഭൂമി ലേലത്തിൽ എടുത്തതെന്നും കെട്ടിടം ആര് വിചാരിച്ചാലും പൊളിച്ചു നീക്കാൻ കഴിയില്ലെന്നും അൻവർ പറഞ്ഞു. പാലക്കാട്ടെ മദ്യനിർമ്മാണശാലയ്ക്ക് പിന്നിൽ അഴിമതിയാണെന്നും അൻവർ ആരോപിച്ചു. PP ദിവ്യയുടെ ബെനാമി കമ്പനിക്ക് കോടികളുടെ കരാറെന്ന് കണ്ടെത്തൽ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ നടത്തിയ അഴിമതികളുടെയും ബെനാമി സ്വത്തുക്കളുടെയും രേഖകൾ പുറത്തുവിട്ട് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് ഷമാസ്. കമ്പനി രൂപീകരിച്ചത് PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷമെന്നും ഷമാസ് പറഞ്ഞു. ആലപ്പുഴ SFIയിൽ വനിതാ അംഗങ്ങൾക്ക് നേരെ ജില്ലാ നേതാവിന്റെ ഭീഷണി. മാവേലിക്കരയിൽ ജില്ലാ ക്യാമ്പിനിടെ 2 വനിതാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ SFI ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് ഷാനവാസ് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതായാണ് പരാതി. രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. ആലപ്പുഴ SFIയിൽ സംഘടനാ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് പുതിയ പരാതി. മാവേലിക്കരയിൽ SFI ജില്ലാ ക്യാമ്പിനിടെയാണ് SFI ജില്ലാ പ്രസിഡന്റ് നിയാസ് ഷാനവാസ് 2 വനിതാ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തത്. ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ സംസാരിച്ചാൽ മുഖം ഭിത്തിയിൽ പിടിച്ചുരയ്ക്കുമെന്ന് പറഞ്ഞതായും നേതൃത്വത്തിന് വനിതാ അംഗങ്ങൾ നൽകിയ പരാതിയിൽ പറയുന്നു. ജില്ലാ നേതൃത്വത്തിന് രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. ചാരുമൂട് ഏരിയ സെക്രട്ടറി കൂടിയാണ് ജില്ലാ വൈസ് പ്രസിഡന്റായ നിയാസ് ഷാനവാസ്. ജില്ലാ വൈസ് പ്രസിഡന്റിനെതിരായ പരാതി ഗൗരവമായി പരിഗണിക്കാതെ താക്കീത് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും ആക്ഷേപമുണ്ട്. നിയാസിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് നേതൃത്വത്തിന്. 29 വയസ്സുള്ള നിയാസ് ഷാനവാസ് പഠനം കഴിഞ്ഞിട്ടും SFI ഭാരവാഹിയായി തുടരുകയാണെന്നും ആരോപണമുണ്ട്. ജനം, ആലപ്പുഴ. കുംഭമേള വാർത്തകൾ നോക്കാം. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. സംഘപരിവാർ സംഘടനയായ സക്ഷമയും രാജ്യത്തെ പ്രശസ്ത കണ്ണാശുപത്രികളുമായി സഹകരിച്ച് മഹാകുംഭനഗരിയിൽ നേത്രപരിശോധന ക്യാമ്പ് ആരംഭിച്ചു. നേത്രകുംഭ് എന്ന പേരിലുള്ള ക്യാമ്പിലെത്തുന്ന രോഗികൾക്ക് പരിശോധനയും മരുന്നുകളും കണ്ണടയും സൗജന്യമാണ്. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ സൗജന്യമായി അതിനുള്ള അവസരം ഒരുക്കും. ഭിന്നശേഷിക്കാരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാകും വിധം
പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് രാജ്യവ്യാപകമായി നേതൃത്വം നൽകുന്ന സംഘപരിവാർ സംഘടനയാണ് സക്ഷമ. രാജ്യത്തെ വിവിധ കണ്ണാശുപത്രികളുമായി സഹകരിച്ച് മഹാകുംഭനഗരിയിൽ സക്ഷമ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 10 ഏക്കറിൽ പരന്നുകിടക്കുന്ന ക്യാമ്പിൽ നേത്ര പരിശോധന നടത്തും. കണ്ണട ആവശ്യമുള്ളവർക്ക് മിനിറ്റുകൾക്കുള്ളിൽ സൗജന്യമായി നൽകും. മരുന്നുകളും സൗജന്യമാണ്. തിമിര ശസ്ത്രക്രിയ വേണ്ട രോഗികൾക്ക് സക്ഷമയുമായി സഹകരിക്കുന്ന ആശുപത്രി തെരഞ്ഞെടുത്ത് സൗജന്യമായി ചെയ്യാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള നേത്രരോഗ വിദഗ്ധരും പാരാമെഡിക്കൽ ജീവനക്കാരും നേത്രകുംഭിൽ തീർത്ഥാടകർക്ക് സേവനം നൽകി വരുന്നു. Netrakumbh is a biggest eye camp ever in the world. We are trying to screen more than 5 lakhs pilgrims and distribute more than 3 lakh spectacles, depends on the need. Also, we are trying to cater 50,000 cataract surgeries out of this 5 lakhs people. So the concept evolved from 2019 Kumbh Mela, where we could screen around 2 lakhs people and distribute 1.6 lakh spectacles. Kumbh Mela is a spiritual, socio-cultural event of Bharat. So we are expecting around 40 crore people to visit Mahakumbh. Many downtrodden people and who could never had a chance to screen themselves are visiting us. ദിവസവും 6000-ലധികം കണ്ണടകൾ സൗജന്യമായി നൽകും. 50 ദിവസം കൊണ്ട് 3 ലക്ഷം കണ്ണടകൾ വരെ സൗജന്യമായി വിതരണം ചെയ്യാൻ സക്ഷമയൊരുക്കമാണ്. സ്വകാര്യ കമ്പനിയുമായി സഹകരിച്ച് കണ്ണട നിർമ്മാണ ലാബ് തന്നെ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. So we have been entrusted with this responsibility of delivering the spectacles, which is one of the product which is given free to the screen people who need refractive error corrections in this Netrakumbh 2025. The objective, the target set for us was about 3 lakh spectacles to be delivered in 50 days, and which goes into 8 hours a day. If you go by 8 hours a day, per minute 13 spectacles to be delivered. So we have come prepared for that. ക്യാമ്പിലെ രജിസ്ട്രേഷൻ മുതൽ കണ്ണട വിതരണത്തിനും മരുന്ന് കുറിച്ച് നൽകുന്നതിനുമടക്കം കമ്പ്യൂട്ടറിന്റെ സഹായം. ഒപ്ട്രോമെട്രി ടെക്നീഷ്യൻ കണ്ണ് പരിശോധിച്ച് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയാൽ അതേസമയം ലാബിൽ ആവശ്യമായ കണ്ണട നിർമ്മാണം ആരംഭിക്കും. ആധുനിക സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തിയതിനാൽ എവിടെയും സമയനഷ്ടമില്ല. Which means once the optician has recorded, optometrist rather, has recorded the relevant data, that data directly goes into the optical room where the spectacles will be manufactured in real time. നേത്രകുംഭിലെത്തുന്ന ഭക്തർക്ക് നേത്രദാനത്തിന് സമ്മതപത്രവും നൽകാം. കഴിഞ്ഞ കുംഭമേളയിൽ നടന്ന നേത്രകുംഭ് ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു. 2025 മഹാകുംഭമേള അവസാനിക്കുന്നതോടെ നേത്രകുംഭ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലും ഉൾപ്പെടും. ജനം, പ്രയാഗ്രാജ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം. 2024 ജനുവരി 22-നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് രാമജന്മഭൂമിയിൽ രാംലല്ലയെ കുടിയിരുത്തിയത്. പ്രാണപ്രതിഷ്ഠയുടെ ആചാരപരമായ 1-ാം വാർഷികം ഈ മാസം 10 മുതൽ 3 ദിവസം അയോധ്യയിൽ ആഘോഷിച്ചിരുന്നു. അന്ന് രാംലല്ലയുടെ വിഗ്രഹത്തിൽ പ്രത്യേക അഭിഷേകവും ആരതിയും പൂജകളും നടന്നു. എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ് ഇത്തവണത്തെ മുഖ്യ അതിഥി. ഭാരത സൈന്യത്തിനൊപ്പം ഇന്തോനേഷ്യൻ സൈന്യവും പരേഡിൽ പങ്കെടുക്കും. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ നാളെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. കർത്തവ്യപഥിൽ നടക്കുന്ന പരേഡ് ഉൾപ്പെടെ ഡൽഹിയിൽ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ പരേഡ് വീക്ഷിക്കുന്നതിനുള്ള ഗ്യാലറിയും സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമായി. സാംസ്കാരിക വൈവിധ്യവും രാജ്യത്തിന്റെ സൈനിക ശക്തിയും പ്രകടമാക്കുന്ന പരേഡിനുള്ള അവസാനവട്ട പരിശീലനവും കർത്തവ്യപഥിൽ തുടരുകയാണ്. 300-ലധികം കലാകാരന്മാർ ചേർന്ന് സംഗീതോപകരണങ്ങൾ വായിച്ചുകൊണ്ടാകും പരേഡിന് തുടക്കം കുറിക്കുക. സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങൾ, NCC തുടങ്ങിയവർ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ് സുബിയോന്തിയാണ് മുഖ്യ അതിഥി. ഇന്തോനേഷ്യൻ സൈന്യത്തിലെ 350 അംഗ സംഘവും പരേഡിൽ പങ്കെടുക്കും. ഭരണഘടന, സുവർണ ഭാരതം, പാരമ്പര്യവും വികസനവും എന്നീ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് 31 നിശ്ചല ദൃശ്യങ്ങളും 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരേഡിൽ അവതരിപ്പിക്കും. ഡയർ ഡെവിൾസ് എന്ന പേരിൽ 20 അടി ഉയരത്തിൽ പിരമിഡ് രൂപത്തിൽ കരസേനയുടെ മോട്ടോർ സൈക്കിൾ റാലി ശ്രദ്ധേയമാകും. കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ച പ്രളയ് മിസൈലിന്റെ പ്രദർശനവും വ്യോമസേനയുടെ അഭ്യാസവും പരേഡിന് മാറ്റേകും.
നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ നാളെ ആരംഭിക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ 29-ന് വിജയ് ചൌക്കിലെ ബീറ്റിംഗ് റീട്രീറ്റോടെ സമാപിക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾക്കൊപ്പം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മനോജ് കുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം, ഡൽഹി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താക്കീതുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ ആരംഭിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധ നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ താക്കീത്. യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം ആഗ്രഹിക്കുന്നതായി വോളോഡിമിർ സെലൻസ്കി അറിയിച്ചിരുന്നതായും ട്രംപ് പറഞ്ഞു. മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന ട്രംപിന്റെ നിലപാടിനെ കഴിഞ്ഞ ദിവസം പുടിൻ സ്വാഗതം ചെയ്തിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് നിലപാടറിയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ റഷ്യ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരും. അടിയന്തരമായി വിഷയങ്ങൾ പരിഹരിക്കണം. മാത്രമല്ല, പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉടൻ നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനോടും ഡൊണാൾഡ് ട്രംപ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന ട്രംപിന്റെ വാക്കുകൾ പ്രതീക്ഷ ഉണർത്തുന്നു എന്നാണ് പുടിൻ നേരത്തെ പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല, യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ ആരംഭിക്കുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരുന്നു. They have always been ready to maintain peaceful relationship with any American administration. I have said that many times. We would like to see the dialogue built upon equality and mutual respect, considering the common positions on our country on a number of international issues, including strengthening security and political stability. We're also open for dialogue with the new US administration on the Ukrainian conflict. യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറെന്ന നിലപാട് യുക്രൈൻ പ്രസിഡന്റും അറിയിച്ചതായി ട്രംപ് പറഞ്ഞിരുന്നു. അധികാരമേൽക്കുന്നതിന് മുൻപ് ഹമാസ് ഇസ്രയേൽ വിഷയം പരിഹരിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയതിനെ തുടർന്നാണ് പ്രശ്നത്തിൽ സമാധാന സാധ്യതകൾ തെളിഞ്ഞത്. സമാനമായ ഇടപെടൽ യുക്രൈൻ വിഷയത്തിലും ഉണ്ടാകുന്നത് പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതി ചുമത്താൻ ഒരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താരിഫുകൾ അടുത്ത മാസം മുതൽ നടപ്പാക്കുമെന്ന് ട്രംപ് അറിയിച്ചു. കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കും 25% താരിഫ് ചുമത്തുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപ് നിലപാടെടുത്തിരുന്നു. 25% അധിക നികുതിയായിരിക്കും ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുക. മെക്സിക്കോയിൽ നിന്ന് വൻതോതിലുണ്ടാകുന്ന അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവും താരിഫ് ചുമത്തുന്നതിൽ പ്രധാനമാണ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% നികുതി ചുമത്തുന്നത് ഫെബ്രുവരിയിൽ നടപ്പാക്കാനാണ് ആലോചന. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതിയും ഫെബ്രുവരിയിൽ ഏർപ്പെടുത്തും. ചൈന തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഡംപിംഗ് യാർഡായി അമേരിക്കയെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ട്രംപ് ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം നിയന്ത്രിക്കുന്നതിന് കൂടിയാണ് നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. ആഭ്യന്തര ഉത്പാദന വർധനവും വിലക്കയറ്റ നിയന്ത്രണവും നടപടികളിലൂടെ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നുമുണ്ട്. താരിഫ് ഏർപ്പെടുത്തുക എന്നതിലുപരി രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ശാക്തീകരിക്കുക കൂടിയാണ് ട്രംപിന്റെ അന്തിമ ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. H-1B വിസ ചർച്ചയിൽ നിർണായക നിലപാടുമായി ട്രംപ്. മികച്ച പ്രൊഫഷണലുകളെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. IT മേഖലയിലെ വിദഗ്ധരുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള വിസയാണ് H-1B. ഇത്തരം വിസകൾ അനുവദിക്കുന്നത് രാജ്യപുരോഗതിയുടെ അടിസ്ഥാന ആവശ്യമെന്ന് നേരത്തെ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചിരുന്നു. IT വിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം H-1B വിസ അനുവദിക്കുന്നതിനെ അനുകൂല നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. I also like very competent people coming into our country, even if that involves them training and helping other people that may not have the qualifications they do. But I don't want to stop. And I'm not just talking about engineers. I'm talking about people at all levels. We want competent people coming into our country. And HB1, I know the program very well. I use the program. Maitre d's, wine, experts, even waiters, high quality waiters.
you got to get the best people. Now then you go into people like Larry, and he needs engineers, and Massa needs, and this gentleman needs engineers like nobody's ever needed engineers, right? So we have to have the quality people coming in now. കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കുന്നത് H1B വിസയെ ബാധിക്കുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ മികച്ച പ്രൊഫഷണലുകളെ ആവശ്യമുണ്ടെന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. US-ലെ വിവിധ രംഗങ്ങളിൽ സംരംഭകരും വിസ നൽകുന്നതിന് അനുകൂല നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സംസ്ഥാനത്ത് വൻകിട ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും കേന്ദ്രീകരിച്ച് വൻ നികുതി തട്ടിപ്പ്. നിലവിലുള്ള റൂമുകളുടെ കൃത്യമായ വിവരം തദ്ദേശ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാതെയാണ് തട്ടിപ്പ്. ഓരോ വർഷവും വൻ തുകയാണ് ഇതുവഴി നികുതി ഇനത്തിൽ സർക്കാരിന് നഷ്ടമാകുന്നത്. വൻ നികുതി വെട്ടിപ്പാണ് താമസ സൗകര്യമുള്ള ഹോട്ടലുകളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ നടക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ വസ്തുത അറിയാനുള്ള അന്വേഷണത്തിലേക്കാണ് ഞങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളിൽ തെറ്റായ വിവരങ്ങൾ നൽകി താമസ സൗകര്യമുള്ള ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും അടക്കം വൻ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര. മലപ്പുറം തിരൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ഹോട്ടലുകളിലായിരുന്നു അന്വേഷണം. ഓരോ ഹോട്ടലുകളും ടൂറിസ്റ്റ് ഹോമുകളും നഗരസഭയിൽ രജിസ്റ്റർ ചെയ്ത റൂമുകളുടെ എണ്ണവും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിരുന്നു. താമസിക്കാൻ പറ്റുന്ന ഹോട്ടലുകൾ ഏതെങ്കിലും ഉണ്ടോ? സംഘമുണ്ട്. കുറെ ടൂറിസ്റ്റ് ഹോം ഉണ്ട്. തിരൂർ തന്നെ. ഓക്കെ. താമസ സൗകര്യമുള്ള ഇടങ്ങളിൽ നേരിട്ട് പോയിട്ടായിരുന്നു അന്വേഷണം. വൻ തട്ടിപ്പാണ് ഇതുവഴി നടക്കുന്നതെന്ന് മനസ്സിലായി. 1, 2, 3 റൂമുകൾ മാത്രം രജിസ്റ്റർ ചെയ്തെടുത്ത് പോലും 20-ലേറെ റൂമുകളുണ്ട്. രജിസ്റ്റർ ചെയ്ത റൂമുകളുടെ മാത്രം നികുതിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ അടയ്ക്കുക. ഓരോ വർഷവും ഇത് പുതുക്കുമ്പോഴും ഇതേ തുക നൽകിയാൽ മതി. ഇതുവഴി സർക്കാരിന് നികുതി ഇനത്തിൽ കോടികൾ നഷ്ടമാകുന്നു. വൻ നികുതി തട്ടിപ്പുകളാണ് ഇത്തരം താമസ കേന്ദ്രങ്ങളിൽ ഉള്ളത്. പലപ്പോഴും അധികൃതരുടെ ഒത്താശയും കൂട്ടിനായുണ്ട്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. എറണാകുളം പുത്തൻവേലിക്കരയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച CPM നേതാവിന്റെ അറസ്റ്റ് വൈകുന്നു. CPM മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ചിന്ത തിയേറ്റേഴ്സ് ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന BK സുബ്രഹ്മണ്യനെതിരെയാണ് പരാതി. CPM നേതാവിനെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഇതിനിടെ പാർട്ടി ചുമതലകളിൽ നിന്നും സുബ്രഹ്മണ്യനെ ഇന്നലെ നീക്കം ചെയ്തു. പുത്തൻവേലിക്കര തേലത്തുരുത്ത് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ചിന്ത തിയേറ്റേഴ്സ് ജോയിന്റ് സെക്രട്ടറിയുമായ സുബ്രഹ്മണ്യനെതിരെ കഴിഞ്ഞ ആഴ്ചയാണ് ചെങ്ങമനാട് പോലീസ് കേസെടുത്തത്. സുബ്രഹ്മണ്യന്റെ മകന്റെ സുഹൃത്തിന്റെ 4 വയസ്സുള്ള മകളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത്. മാതാപിതാക്കളോട് കുട്ടി വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നു. വൈദ്യപരിശോധനയിൽ കുട്ടി പീഡനത്തിന് ഇരയായതായും തെളിഞ്ഞു. തുടർന്നാണ് ചെങ്ങമനാട് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. കേസെടുത്ത് ഒരാഴ്ച പിന്നിടുമ്പോഴും അറസ്റ്റ് വൈകുകയാണ്. CPM നേതാവിന് പാർട്ടിയും പോലീസും സംരക്ഷണമൊരുക്കുകയാണെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രതി സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ സ്ത്രീകൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്കെതിരെ ഒരു നാടാകെ തെരുവിലിറങ്ങുമ്പോഴും പ്രതി സുബ്രഹ്മണ്യൻ പാർട്ടി സ്വാധീനത്തിൽ വിലസുകയാണ്. അതിനിടെ BK സുബ്രഹ്മണ്യനെ പാർട്ടി ചുമതലകളിൽ നിന്നും CPM നീക്കം ചെയ്ത് മുഖം രക്ഷിക്കാൻ നോക്കുകയാണ്. ജനം, കൊച്ചി. ഹെൽമറ്റ് വയ്ക്കാത്തതിന് കാർ ഉടമയ്ക്ക് പെറ്റി ചുമത്തി പോലീസ്. ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള വാഹനത്തിനാണ് വിചിത്ര പിഴ ചുമത്തിയത്. പിശക് ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടി പിൻവലിക്കാൻ തയ്യാറാവാതെ വന്നതോടെ പിഴ അടച്ച് ഉടമ പെറ്റി ഒഴിവാക്കുകയായിരുന്നു. ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള KL 44E 2387 നമ്പറിലുള്ള മഹീന്ദ്ര താർ വാഹനത്തിനാണ് വിവാദ പെറ്റി ലഭിച്ചത്. ഹെൽമറ്റ് ധരിക്കാത്ത സ്കൂട്ടർ യാത്രികയുടെ ചിത്രവും ഉൾപ്പെടുത്തിയാണ് താറിന് പെറ്റി ചുമത്തിയിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ പെരുമ്പാവൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന നിയമലംഘനമെന്നാണ് നോട്ടീസിൽ സൂചിപ്പിക്കുന്നത്. വാഹന രജിസ്ട്രേഷൻ നമ്പറിൽ പിശക് സംഭവിച്ചതാകാമെന്നും പെറ്റി ഒഴിവാക്കി തരാൻ നടപടി സ്വീകരിക്കണമെന്നും പെരുമ്പാവൂർ പോലീസിനോട് ഉടമ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ പെറ്റി ഒഴിവാക്കുകയോ വ്യാജ നമ്പറിലുള്ള വാഹനമാണോ എന്ന് പരിശോധിക്കുകയോ ചെയ്തില്ല. പിഴ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടതോടെ വാഹനത്തിന്റെ വിൽപ്പനയും പ്രതിസന്ധിയിലായി. എന്റെ വണ്ടി ഒരു 2017 CRD താറാണ്. അപ്പം ഇതിന്റെ പേര് മാറാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഇതിന് പെറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പെറ്റി അടയ്ക്കാനായിട്ട് ചെന്നപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്കൂട്ടിയുടെ ഫോട്ടോയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരിക്കും ഈ വണ്ടിയുടെ പെറ്റി അല്ലിത്. അതുകൊണ്ട് ഞാൻ ഉദ്യോഗസ്ഥരെ കണ്ടപ്പം
ഇത് പെറ്റിയടക്കാനുള്ള മുന്നോട്ടുള്ള തീരുമാനം എന്താണെന്ന് അവർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ്. ഒടുവിൽ ഹെൽമറ്റ് വയ്ക്കാത്തതിന് വന്ന പിഴയടച്ചാണ് താറുടമ പ്രതിസന്ധി ഒഴിവാക്കിയത്. സാങ്കേതിക തകരാറ് മൂലം സംഭവിച്ച പിഴവെങ്കിലും അത് സൂചിപ്പിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കിലോമീറ്ററുകൾ അകലെയുള്ള സ്റ്റേഷനിലെത്തി വിവരം ധരിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. വാഹനത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമെന്നിരിക്കെയാണ് യാതൊരു പുനർപരിശോധനയും ഇല്ലാതെ ഉദ്യോഗസ്ഥർ കേസ് രജിസ്റ്റർ ചെയ്തത്. ജനം, ഇടുക്കി. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് 10 വർഷം. ഇതിന്റെ ഭാഗമായി ക്യൂട്ടി എ 10 ക്ലീൻ കേരള 25 എന്ന പേരിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചതായി നിർമ്മാതാക്കളായ ഗുഡ് ബൈ സോപ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. കേരളത്തിലുടനീളം ശുചിത്വവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ, കുടുംബശ്രീ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷന്റെ ഭാഗമായി ക്യൂട്ടി ബ്രഷ് ആൻഡ് ബാത്ത് ക്യാമ്പയിനും നടക്കുന്നുണ്ട്. 28 രൂപയുടെ ക്യൂട്ടി സോപ്പിനോടൊപ്പം 10 രൂപയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റും സൗജന്യമായി നൽകുന്നുണ്ടെന്ന് ഗുഡ് ബൈ സോപ്സ് ആൻഡ് കോസ്മെറ്റിക്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KP ഖാലിദ് പറഞ്ഞു. കേരളത്തിലെ ഒരു ജനകീയ പ്രൊഡക്റ്റായി നിലനിൽക്കുകയാണ്. ഗുഡ് ബൈ സോപ്സ് 2007 പ്രവർത്തനം ആരംഭിച്ചതാണ്. പക്ഷേ ക്യൂട്ടി എന്ന ബ്രാൻഡ് 2014 പകുതിയായപ്പോഴാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 10 വർഷം ക്യൂട്ടി പൂർത്തീകരിക്കുകയാണ്. ക്യൂട്ടി ഒരു പുതിയൊരു ക്യാമ്പയിൻ കേരളത്തിൽ ഇന്നലെ നമ്മളത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ക്യാമ്പയിനെ പറ്റി പറയാനാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ക്യാമ്പയിൻ്റെ പേര് ക്യൂട്ടി എ 10 ക്ലീൻ കേരള 2025 എന്നാണ്. അപ്പോൾ നമ്മൾ നിരവധി പ്രോജക്റ്റുകൾ കേരളത്തിൽ നിങ്ങൾക്കറിയാം. ശുചിത്വ മിഷനുണ്ട്, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ചില പ്രോജക്റ്റുകളുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ക്ലെൻലിനെസ്സിനെ കുറിച്ച് കൂടുതൽ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ക്ലെൻലിനെസ്സിനെ കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്ടറുകളിൽ കമ്പനിക്ക് ചെയ്യാവുന്ന CSR പ്രവർത്തനങ്ങൾ, അതുപോലെ ക്യാമ്പയിനുകൾ നടത്തുക എന്നതാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാനമായിട്ടുള്ള. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ശാഖ എറണാകുളം കടവന്ത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. KN ഉണ്ണികൃഷ്ണൻ MLA പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൈരളി അഗ്രികൾച്ചർ MSCS ലിമിറ്റഡ് ചെയർമാൻ KV അശോകൻ അധ്യക്ഷനായി. കാർബൺ ക്രെഡിറ്റ് പദ്ധതിയുടെ ഗുണഫലങ്ങൾ പ്രാദേശിക കർഷകരിലേക്ക് കൂടി എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചെയർമാൻ KV അശോകൻ പറഞ്ഞു. ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്ന ഹരിത ഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളുടെ ഗുണഫലം കേരളത്തിൽ കൂടി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. അടുത്തിടെ കേരള ഫിഷറീസ് സർവകലാശാലയിൽ സംഘം സ്ഥാപിച്ച ജലമരം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.